ഹലോ, ആ നീ എത്തിയോ? ദാ കുറച്ചു നേരത്തെ എത്തിയുള്ളൂ. ആ, വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കണം. ആ, ഒന്നുമില്ല, പെട്ടെന്ന് ഹാഫ് ഡേ ലീവൊക്കെ എടുത്തോണ്ട് ചോദിച്ചാ. പിന്നെ ഐസക് സാറ് തന്നെ അന്വേഷിച്ചു. ഇന്ന് നിന്റെ പ്രസന്റേഷൻ അല്ലായിരുന്നോ? അയ്യോ, സാറ് വേറെ എന്തെങ്കിലും ചോദിച്ചോ? അത് വിട്, നീ ഇത് പറ. വീട്ടിൽ പോയിട്ട് വീട്ടിൽ പോയിട്ട് എനിക്ക് സർപ്രൈസ് ആയിരുന്നു, ഒരു പെണ്ണ് കാണൽ. എനിക്ക് ചെക്കനെ ഇഷ്ടായിട്ടോ. അതെ, ആരോ വന്നു തോന്നുന്നു. ഞാൻ തിരിച്ചു വിളിക്കാം. ശരിടാ, ഞാനും ടയേർഡാ. ഇനി കുളിച്ചെന്തെങ്കിലും കഴിച്ചിട്ട് വേണം കിടക്കണമെങ്കിൽ. അപ്പം മൺഡേ ഓഫീസ് വെച്ച് കാണാം. ഗുഡ് നൈറ്റ്. ശരി. വാ അടിക്കാം. നല്ല തിളച്ച ബീഫ് കരിഞ്ഞ ഹിറ്റായമാർക്ക് എന്ത് കരിഞ്ഞത് എന്ത് തിളച്ചത്. ആ ബോയ് ബീഫ് കേറ്റു വൃത്തിയുടെ കാലം അങ്ങോട്ട് മാറ്റാ. കുപ്പിയുടെ മെഷർമെന്റ്സിൽ എന്തോ ഒരു പിടിച്ചേ. Cheers, Vinny. എന്റെ അളിയാ, എന്റെ കഷ്ടകാലത്തിന് ഞാൻ അവൾക്ക് ഒരു പ്രൊപ്പോസ് ചെയ്തടാ. എടാ, wait. നിക്ക് കഥ പറയാൻ മൂടിന് വലിയൊരു പാട്ടം കിട്ടെ. പുളിക്കോട്ട് അളിയെ ചേഴ്സ് പറഞ്ഞ നിനക്കതെടുത്ത് അടിച്ചുകൂടെ? എന്നൊരു പാട്ടം കിട്. അല്ല പിന്നെ ചിയേഴ്സ് പറഞ്ഞിട്ട് അടിക്കാത്ത മദ്യം മനസ്സിന്റെ വെങ്ങലാണ്. ആ നല്ല വൈബ് പറയൂ. സാറില്ലാത്തോണ്ട് നമ്മളിന്ന് നേരത്തെ ഇറങ്ങിയത്. ആഹാ, ഞാൻ നേരെ ക്യാൻറ്റീനിലേക്ക് ഓടി. ഓഹോ, എന്നെ കാണാത്തോണ്ട് അവൾ അങ്ങോട്ട് വന്നു. ആ. സത്യം പറയാലോ അളിയാ, അവൾക്ക് ഇന്നേ വരെ ഇല്ലാത്ത സൗന്ദര്യം വരുന്നു. അളിയ നീ ഈ കവിത നിർത്തി കഥയൊന്ന് പറയൂ. എന്നിട്ട് അടുത്ത് ചോദിച്ചേ. എടാ, നീ ഒരുമാതിരി കള്ളുടിയന്മാരെ പോലെ പെരുമാറില്ലേട്ടാ. നീ ആ പാട്ട് കേക്ക്, ആ മൂടിയിട്ടിരിക്കേ. ആ എന്നാ നീ ആ വൈപ്പ് പിടിച്ചോ പിന്നെ. ഓക്കെ, ആകെ കൂടി നമ്മുടെ ശരീരത്തിൽ കുറച്ച് ബ്ലഡ് അല്ലേ ഉള്ളൂ. ഒരുമിച്ച് പമ്പ് ചെയ്യാൻ തുടങ്ങി. ഇവളൊന്ന് എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഒരു പരിപ്പോട് ഓർഡർ ചെയ്തു. വാടേ. ഞാനാണെങ്കിലോ ലൈം കുടിച്ച് തീർന്നിട്ടും കൂടിയില്ല. കഴിഞ്ഞില്ല. അവൾ ഓഫീസിൽ നാളത്തോട്ട് വർക്ക് ഫ്രം ഹോം ആണെന്ന്. പിന്നെന്തോ ഫെയർവെല്ലിന്റെ കേസൊക്കെ ഇരുന്ന് പറയണ്ടായി. എനിക്കൊന്നും കേൾക്കാൻ പറ്റിയില്ല. എനിക്ക് നല്ല സങ്കടമായി. അല്ലേലും നിനക്കിപ്പോ എന്താ വിഷമം? സിനിമ ഉണ്ടാ വിഷമം, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ വിഷമം, ഇല്ലാത്ത ആമയെ കുറിച്ച് പാട്ട് കേട്ട അതിന്റെ വിഷമം. ലേറ്റസ്റ്റ് നീ എന്താ വിഷമിച്ചേ? അത് നമ്മ അമ്പലത്തിൽ പോയില്ലേ, അപ്പൊ ആ കമ്മിറ്റിക്കാര് വായിന് ഇറക്കി വിട്ടില്ലേ. എനിക്ക് നല്ല സങ്കടം. കാർഡ് കൊടുത്ത് വിഷമിക്കണോ കളിയാ? താടി തന്നെ. ഇത് ഓഫീസ് കഴിഞ്ഞ് വർക്ക് ഫ്രം ഹോം ആയിട്ടാടാ. എനിക്ക് നല്ല വിഷമമുണ്ട്. എൻ്റെ ഇടയിൽ 3 വർഷമായില്ലേ? 3 വർഷമല്ലേ ആയുള്ളൂ. ഇവിടെ സീനാക്കല്ലടാ. നമ്മളവിടെ പോവാനാ? ഇവിടെ നമ്മൾ ഇൻഫോ പാർക്കും അവിടുത്തെ കഫറ്റീരിയയും വൃത്തിയായിട്ട പഴംപൊരിയും ഇടക്കിടക്ക് വലിക്കുന്ന സിഗരറ്റും പരിപാടിക്ക് വെട്ടിച്ച കാശും അടിച്ച കള്ളും പ്രേമിച്ച പെണ്ണും. ഇവിടെ നമുക്ക് ഇടക്കിടക്ക് കൂടാടാ. ഇത് തന്നെയാണ് അവളും പറഞ്ഞത്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? കിടക്കിടക്ക് കൂടിയാ പോരാ, എനിക്ക് എന്നും കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞു. എന്നിട്ട് അവളെന്താ പറഞ്ഞ? അവളൊന്നും പറഞ്ഞില്ല. ഇവനിതവിടെ പോണു. അവനെന്റെ കഥ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നുണ്ടാ. ഒരു മനുഷ്യനെ വിഷമിപ്പിക്കാനായിട്ട് നീ പറഞ്ഞു ഒഴിച്ചേ. ഹലോ, എന്താടാ, ഞാൻ വേറെ കോളിലായിരുന്നു. ഓ ഇതവനായിരിക്കും അല്ലേ നിന്നെ പെണ്ണാണാൻ വന്നവൻ? അവനെ വിളിക്കാനായിരിക്കും, കുളിക്കാനാണ്, ടയേർഡാണെന്ന് പറഞ്ഞു പോയത് അല്ലേ? അല്ല, നീ ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? എടി കോപ്പേ, എനിക്കുണ്ടല്ലോ ഈ വിനീതിന് നിന്നെ ഇഷ്ടമായിരുന്നു. അത് ഒരു ദിവസം ചായ അടിക്കാൻ വന്നതോടെ 1 മണിക്കൂർ കൊണ്ട് തോന്നുന്ന ഇൻഫാക്ച്വേഷൻ്റെ പുറത്ത് തോന്നിയ ഇഷ്ടമല്ല, ശരിക്കും ഇഷ്ടം. ഫ്രം ദ ഹാർട്ട്. ഹലോ, കട്ട്. അളിയാ, പണ്ടൊരിക്കൽ കള്ള് തലക്ക് പിടിച്ചപ്പോൾ ഞാൻ അയച്ചൊരു മെസ്സേജ് കാരണം സ്വന്തം ജീവൻ തുളച്ചിട്ടിരിക്കുന്നവനാണ് ഞാൻ. ആ ഒരൊറ്റ മെസ്സേജ് കാരണം 6 വർഷം പോയത്. 6 വർഷം വെറും മണ്ടനായിപ്പോയി അളിയാ. നിനക്കൊക്കെ എന്ത് കുഴപ്പമുണ്ട്? നിന്റെ ജീവിതം തിരിഞ്ഞു നോക്കുമ്പോൾ നിനക്കൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തെങ്കിലും ചെയ്യുന്നു പറയാം. എന്ന് ഞാനോ ആ ഒരൊറ്റ മെസ്സേജ് കാരണം സ്വന്തം ജീവിതം പാസ്റ്റിൽ വെച്ച് കെട്ടിയിട്ടിരിക്കുക. അളിയാ, എനിക്ക് നിന്നെ അറിയാം, അവളെ അറിയാം. എടാ, നേരിട്ട് പോയി കണ്ട് സംസാരിക്കും. കണ്ണി നോക്ക്. പറ്റുമെങ്കിൽ മൂവ് ഓൺ ചെയ്യും. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് മച്ച്. എനിക്ക് വാ, പോവാം.
അടയോ എനിക്ക് ചെറിയൊരു തൊണ്ടവേന ഉണ്ടോ? അതല്ല പിന്നെ ഫിയർ, പേടി. പേടിയൊന്നൊരു പരിഹാരമില്ല വിനി, കുറച്ച് ധൈര്യം വേണ്ടേ? അവിടെ ഈ കാണുന്ന ഹൾക്കിന്റെ ശരീരം മാത്രമേ നിനക്കുള്ളൂ എന്ന് എനിക്കറിയാം. പോടാ, പോകുമ്പോൾ എനിക്കല്ലേ പോകത്തുള്ളൂ. എന്ത് പോത്തുള്ളൂ? അല്ല ഇങ്ങനെയാണ് പേടിയില്ല, കുറച്ച് ധൈര്യവും ചങ്കുറ്റൊക്കെ വേണ്ടേ? എന്നെ വാവേ, ഈ പ്രപ്പോസ് ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും ഒരുതരം പേടി ഉണ്ടാവും, പ്രത്യേകിച്ച് നമ്മൾ സിഗ്മാൾക്ക്. അതും ധൈര്യമില്ലാത്തതുകൊണ്ടല്ല. നമ്മൾ ഇഷ്ടം അവരുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും തിരിച്ച് അവർക്ക് നമ്മളോട് യാതൊരു ഫീലിങ്സ് ഉണ്ടെന്ന് അറിയുമ്പോൾ സിറ്റുവേഷൻ ഓക്കോടാവും. അങ്ങനെ ഓക്കോടായ ഉള്ള ഫ്രണ്ട്ഷിപ്പ് കൂടെ പോവും. അങ്ങനെ അതും പോവും ഇതും പോവും. അങ്ങനെ എല്ലാം കൂടെ പോകാതിരിക്കാനുള്ള പേടിയാണ്, അല്ലാണ്ട് ധൈര്യമില്ലാത്തതുകൊണ്ടല്ല. അതും നീ ആദ്യം മനസ്സിലാക്കുക. എന്നാ നീ പേടിച്ച കുറച്ച്. ഏത് നേരത്തോന്ത അവൻ്റെ ഉപന്യാസവും കേട്ട് രാവിലെ കെട്ടി ഒരുങ്ങി വരാൻ തോന്നിയത്? അവൻ്റെ 6 കൊല്ലം ഒറ്റ മെസ്സേജ്. അത് മാത്രം പറയരുത് വിനി, നീ എൻ്റെ ജീവിതമാണ്. അല്ല അത് എപ്പോഴാണ് ഓർത്തേ? അതെന്തായിരുന്നു ഒറ്റ മെസ്സേജ് 6 കൊല്ലത്തെ പരിപാടി? എങ്ങനെ? അല്ല ഈ ഒറ്റ മെസ്സേജ് 6 കൊല്ലത്തെ അതൊന്നുമില്ല, അത് ചെറിയൊരു പിക്കപ്പ് ലൈനാ. എന്ത് പിക്കപ്പ് ലൈൻ? നീ എനിക്കൊരു കണി, ഞാൻ നിനക്കൊരു കണി, തരുമോ എനിക്കൊരു കളി? എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഞാൻ പറയാം, ഞങ്ങൾ കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. നീ വാടാ. നീ പക്ക, ഞാൻ വരാം. എന്താ ഞാനിപ്പോൾ പറഞ്ഞു? എനിക്കൊരു പിടുത്തം കിട്ടില്ല. നിനക്കെന്താ പറയാനുള്ളേ? ചാർജ് ചെയ്യുന്ന 1% ഹാങ് ആയി നിൽക്കുന്ന ഒരു ഫോണിൻ്റെ അവസ്ഥയാണ് ഇപ്പം എൻ്റെത്. എന്ത്? അയ്യേ, ഞാൻ എന്തൊക്കെയാ പറയണേ? ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഒന്നും പറഞ്ഞില്ല. നിനക്ക് എന്താ? അതെ, എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു മാത്രമല്ല ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് മുമ്പ് പറയാൻ പറ്റിയില്ല. ഇങ്ങനെയൊക്കെ നടക്കുന്ന എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നീ ഇവിടെ പോനാ? ഇവിടെ തന്നെ കാണാമെന്ന് വിചാരിച്ചു. ഒന്നും പറയാതെ മനസ്സിൽ വെച്ചു, അതെൻ്റെ തെറ്റ. അല്ല, നീ ഇതൊക്കെ സീരിയസ് ആയിട്ട് തന്നെയാണോ? അല്ല, തമാശയായിട്ടാ. നിനക്ക് കേട്ടിട്ട് തമാശയായിട്ട് തോന്നുന്നുണ്ടോ? നിനക്കെന്നെ അറിയാവുന്നുള്ളല്ലേ? അല്ല, ഞാൻ നിന്നെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ നീ മറക്കണമെന്നായിരിക്കും അല്ലേ? ഞാൻ വിചാരിച്ച അൾഷിമേഴ്സാണ് ലോകത്ത് ഏറ്റവും പ്രശ്നമുള്ള രോഗമെന്ന്. ഓർമ്മകളൊക്കെ നഷ്ടപ്പെടും ഇങ്ങനെ. പക്ഷെ ഇപ്പോൾ മനസ്സിലായി, ഈ ഓർമ്മകൾ കാരണം വേദനിക്കുന്നേക്കാൾ നല്ലതാ. അതൊരു ഫ്രീഡം അല്ലേ? അതെ, നിനക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ നിനക്ക് ഇഷ്ടമാണെന്ന് പറയണമായിരുന്നു, ഇപ്പോഴല്ല. പിന്നെ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. പക്ഷേ നീ വലിയ സിഗ്മയാണല്ലോ. എന്തെങ്കിലും പറഞ്ഞാൽ ട്രോളായി, ക്രിഞ്ചായി. പിന്നെ ഒരിക്കൽ പോലും എൻ്റെ നോട്ടത്തിലും പെരുമാറ്റത്തിലും എനിക്ക് നിന്നോട് ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അറ്റ്ലീസ്റ്റ് നിനക്കൊന്ന് ഊഹിച്ചോടെ? അല്ല, നീ എന്താ പറഞ്ഞേ? എനിക്ക് നിന്റെ നോട്ടത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും ഊഹിച്ചുകൂടെന്നു? ഈ ഊഹിച്ചിട്ടുള്ള പരിപാടി ഞാനങ്ങ് നിർത്തി. സ്നേഹം കുറച്ച് കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ പറക്കി വെച്ചിട്ട് അതിൽ സ്നേഹം ഏതാ, കാമം ഏതാ, കെയറിങ്ങും ഉണ്ടോ, അതോ ഇനി മനുഷ്യൻ കണ്ടുപിടിച്ചിട്ട് അത് എന്തെങ്കിലും പണ്ടാരമുണ്ടോന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. എനിക്ക് മനസ്സിലാവത്തൂല, അതിനുള്ള കഴിവുമില്ല. നിനക്കെന്നെ ഇഷ്ടമായിരുന്നെങ്കിലേ എൻ്റെ മുഖത്ത് നോക്കി പറയണമായിരുന്നു. ശരി, മുഖത്തോക്കി പറയാം. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇനി എന്താ? അല്ല, അപ്പോൾ ഇന്നലെ പെണ്ണ് കാണാൻ വന്ന ആളോ? അതെനിക്ക് ഇഷ്ടമായിട്ടൊന്നുമല്ല. വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കിയിട്ടാണ് ഞാൻ ഇന്നലെ പോന്നെ. പിന്നെ നിൻ്റെ അടുത്ത് പറഞ്ഞാൽ നീ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞു നോക്കിയതാണ്. ഇന്നലെ ആ വീട്ടിൽ വിളിച്ച് സമാധാനിപ്പിക്കുമ്പോഴാണ് നീ കുടിച്ച് ബോധമില്ലാതെ ഓരോന്ന് വിളിച്ച് പറഞ്ഞത്. അല്ല, നീ കുടിക്കൂല്ലേ? ഇല്ല, ഇന്നലെ നൈറ്റ് രാത്രിയായപ്പോൾ എന്നോട് പറഞ്ഞില്ലല്ലോ. എന്നെ ഇഷ്ടമാണ് നീ പറഞ്ഞില്ലല്ലോ. അല്ല, അതിപ്പോ ഇപ്പം എല്ലാം കോംപ്രമൈസ് ആയില്ലേ? അല്ല, ശരിക്കും ഇപ്പോൾ ഇവിടെ എന്താ നടന്നേ? നമ്മൾ ഇഷ്ടത്തിലായതാണോ? ആണല്ലേ? പന്തലൊന്നും വേണ്ട പുല്ലി, പെട്ടിയാ എന്ത് കോപ്പിനി? ഇടോ ആള് ചത്തയല്ലടോ, പ്രേമം പൊട്ടിയതാ. കുറച്ച് സാഡ് സ്റ്റാറ്റസും ഒരു 4 കുപ്പി ബിയറും ഒരു ഇച്ചിരി മിച്ചറും സെറ്റ് ചെയ്ത് വെച്ചോ, ബാക്കി ഞാൻ ഡീൽ ചെയ്യാം. പിന്നെ കത്തി, കടര, ബ്ലേഡ്, എലിവശം, എക്സ്പയറി കഴിഞ്ഞ ബ്രെഡ് എല്ലാം മാറ്റിക്കും. ഐ ലവ് യു. ദൈവമേ, കറൻ തൂറിപ്പോയി തിരിച്ചോണ്ടോ നിൽക്കണ? ബ്രേക്കപ്പ് ഒക്കെ ഇങ്ങനെയാ? ബ്രേക്കപ്പ് ആയില്ലേ? പാച്ചപ്പായി. താങ്ക്സ് അല്ലേ. ഒരു സെക്കൻഡ്.
സാഡ് സ്റ്റാറ്റസ് വേണ്ട, ലവ് സ്റ്റാറ്റസ് വേണ്ട. കുറച്ച് ക്രിഞ്ച് ആയിക്കോട്ടെ, അതുപോലെ. മതി. യാത്രകൾ നാമിനി